ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരടുപ്പത്ത് പുട്ട്, ഉച്ചക്കത്തെ കൂട്ടാൻ എല്ലാം ഇരിപ്പുണ്ട്. ഇത് പുട്ട് ഓട്സ് പുട്ടാണ്. ഇനി ഇത് ഒരു സ്പെഷ്യൽ പുളിങ്കറിയാണ്. കാണുന്നുണ്ടോ? ഇരിക്കുന്നതുകൊണ്ട് കാണുന്നില്ലേ? പുട്ടായോ നോക്കട്ടെ, അതിനുശേഷം ഇത് പറയാം. പുട്ടായി ഈ അടുപ്പിലോട്ട് വയ്ക്കാം. വാങ്ങട്ടെ. ഈ അടുപ്പിലോട്ട് നമുക്ക് വയ്ക്കാം. ഈ ഇഞ്ചിക്കറി ഒരു സ്പെഷ്യൽ രീതിയിലാണ് വയ്ക്കുന്നത്. അതായത് നമ്മൾ ഇഞ്ചി നന്നായിട്ട് പൊടിയായിട്ട് അരിയണം. ഇത് വളരെ നല്ലൊരു കറിയാണ് കേട്ടോ. ഇഞ്ചി നന്നായിട്ട് പൊടിയായിട്ട് അരിയണം. പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതൊരു 100 ഗ്രാം ഇഞ്ചിയേ ഉള്ളൂ. അത് തോല് കളഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ പച്ചമുളകും ഇഞ്ചി ഈ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് മൂക്കുമ്പോൾ പച്ചമുളകിട്ട് ഉലുവയും കടുകും ഇട്ട് അത് പൊട്ടുമ്പോൾ കറിവേപ്പില ആവശ്യത്തിനിട്ട് അതിനുശേഷം നമ്മൾ ഇഞ്ചി പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൂടെ അതിലേക്കിട്ട് നല്ലോണം വഴറ്റണം. ഇത് ഇഞ്ചി പുളിയുമല്ല, ഇഞ്ചി കറിയുമല്ല. ഇത് ഇഞ്ചി പുളിങ്കറിയാണ്. നമുക്കിതൊരു ഒഴിച്ചു കറിയാണ് കേട്ടോ. നമ്മുടെ വയറിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോഴും വായുവിൻ്റെ പ്രശ്നം, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഈ കറി വളരെ നല്ലതാണ്. ഒഴിച്ചുണ്ണാം, ചോറ് ഉരുട്ടി മുക്കി ഉണ്ണാം. എന്നിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് വഴരുമ്പോൾ അതിലേക്ക് നമുക്ക് എത്ര പുളിങ്കറി ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വാളംപുളി, പിഴിപുളി അതിനെ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ടവിടെ മാറ്റി വെച്ചിരുന്നു. അത് നല്ലോണം പിഴിഞ്ഞിതിലേക്ക് ഒഴിച്ച് നേർപ്പിച്ചെടുക്കണം കേട്ടോ. നേർപ്പിച്ചാണ് ഇത് എടുക്കേണ്ടത്. നേർപ്പിച്ചിതെടുത്ത് ആവശ്യത്തിനുള്ള നേർപ്പിച്ച് പുളി ഇതിലേക്ക് ഒഴിച്ച്, കട്ടി വേണ്ട. ഇഞ്ചിക്കറിക്കും പുളി കട്ടിയോടെ വേണം, ഇഞ്ചി പുളിക്കും കട്ടിയായിട്ട് പുളി വേണ്ടത്. ഇത് ഇഞ്ചി പുളിങ്കറിയാണ് കേട്ടോ. പലതരം പുളിക്കറിയില്ലേ, അതിലൊന്നാണ് വെണ്ടയ്ക്ക പുളിക്കറി, മത്തങ്ങ പുളിങ്കറി, വെറും പുളിങ്കറി, മുളക് വറുത്ത പുളിങ്കറി, അങ്ങനെ പല പുളിങ്കറിയില്ലേ. ഇത് ഇഞ്ചി പുളിങ്കറി. നിങ്ങൾ ഇഞ്ചി കൊണ്ട് ഇഞ്ചി കറി എന്നല്ലേ കേട്ടിട്ടുള്ളൂ. ഇതൊന്ന് വെച്ച് നോക്കൂ. ഇഞ്ചി പുളിങ്കറി ഉണ്ടാവും. ഇഞ്ചി പുളിങ്കറി അത് പുളി പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടിയും ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അസലായിട്ട് തിളപ്പിക്കണം. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുപ്പിലായതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. ഇപ്പുറത്തെ പുട്ടുകൂടെ വരുന്നുണ്ട്, അവിടെ ഞാൻ ഇങ്ങോട്ടെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി വെച്ചു. ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞിവിടെ, ഇത് ഉള്ളിയൊന്നും വേണ്ട കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിനെ അടുപ്പിലേക്ക് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, 2 വറ്റൽമുളക് ഇട്ടു, ഉലുവായും കടുകും ഇട്ടു. പൊട്ടിയപ്പോൾ കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പില ഇടണം. കറിവേപ്പില ആവശ്യത്തിനിട്ടു. അതിന് ശേഷം ഒരു 100 ഗ്രാം ഇഞ്ചിയേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി കുറച്ച് മതി കേട്ടോ.
ഈ പുളിക്കറിക്ക്. ഇഞ്ചി 4 പച്ചമുളകും കൂടെ പൊടിയായിട്ട് അരിഞ്ഞത്. ഒരു ഉള്ളിയൊന്നും വേണ്ട കേട്ടോ. ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു നെല്ലിക്കാ പരുവത്തിൽ നമ്മൾക്ക് എത്ര പുളിക്കറി വേണോ അത്രയും വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിരുന്നു. അതിനെ പിഴിഞ്ഞൊഴിച്ച് പാകത്തിന് ഉപ്പുമിട്ട് 1/4 സ്പൂൺ ഉലുവപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഒരു ലേശം കായപ്പൊടി, ഇത്രയും കൂടിയിട്ടുള്ള ഒരു പുളിങ്കറിയാണിത്. നല്ല ടേസ്റ്റാണ്. ഒഴിച്ചുണ്ണാനും രാത്രി കഞ്ഞിക്കും ഇതിപ്പോൾ ഞാൻ നല്ല ടേസ്റ്റ്. ഇന്ന് രാത്രിയിലത്തെ കഞ്ഞിക്കും നാളെ ഉച്ചക്കത്തെ ചോറിനും കൂടാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ ഇഞ്ചിപ്പുളിങ്കറി നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. നല്ല രുചിയാണ് കേട്ടോ. ഇന്ന് വൈകിട്ട് ഞാനിന്ന് 4 മണിക്കൊരു വഴണയപ്പം ഉണ്ടാക്കി. ഇവിടെ ഭയങ്കര ഇടിയും മഴയൊക്കെ ആയിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ അത് വീഡിയോ എടുത്തില്ല. ഞാൻ രാവിലെ പറഞ്ഞാൽ ഞാൻ വഴണയപ്പം ഉണ്ടാക്കി ഇല കൊണ്ടെന്ന് നിങ്ങളെ കാണിച്ചു. ഞാൻ വഴണയിലൊക്കെ ഞാൻ കാണിച്ചു രാവിലെയാണോ ഇന്നലെയാണോ. അപ്പോൾ ഇത് തീ അണച്ചു കേട്ടോ. ഇനി ഇത് ഈ ചട്ടി തന്നെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ പുട്ടിനും ഇതാണ് എടുക്കുന്നത്. എൻ്റെ ഓട്സ് പുട്ടിനും ഇതാ എൻ്റെ കറി. മാഷയുടെ കഞ്ഞി ഇനി അടുപ്പത്തേക്ക് വയ്ക്കാൻ പോവുകയാണ്. അതുകൂടെ കഴിഞ്ഞ് രാത്രിയിലത്തെ എൻ്റെ പാചകങ്ങൾ കഴിയും. പിന്നെ നമ്മൾ ഒരാളെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ അത് ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളാരും കുറ്റം തികഞ്ഞവരൊന്നുമല്ല. നമ്മളാരും കുറ്റം തികഞ്ഞവരല്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ട് കുറ്റം, അല്ലേ? കുറ്റങ്ങളില്ലാത്ത മനുഷ്യരേ ഇല്ല. നമ്മൾ വേറൊരാളിനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരു പേരിനെ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ ബാക്കി 4 പേരും നമ്മുടെ നേരെയാണെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അവർക്ക് ഒരു കുറ്റമുണ്ടെങ്കിൽ നമുക്ക് 4 കുറ്റമുണ്ട്. പിന്നെ കഴിയുന്നു നമ്മളെ തിരുത്താനും നമ്മളെ നന്നാക്കാനും ശ്രമിക്കുക. കഴിയുന്നതും മറ്റുള്ളവർക്ക് വേദനപ്പെടുന്ന ഒരു കാര്യവും നമുക്ക് എത്ര ലാഭത്തിന് വേണ്ടി ഇപ്പം നമ്മുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി ആരെയും അങ്ങ് തരം താഴ്ത്തി ചവിട്ടി തൂത്തോളുക, അതൊക്കെ കഷ്ടമാണ്. മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുന്ന നേരത്തെ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മൾ പറഞ്ഞാൽ നന്നാകില്ല. അവരവർ സ്വയം നന്നാകണം. നമ്മളെ നന്നാക്കാൻ ശ്രമിക്കുക. ഈശ്വരൻ്റെ സൃഷ്ടി വൈഭവത്തിൽ ഓരോ മനുഷ്യരും ഓരോ രീതിയിലുള്ള സൗന്ദര്യവും നിറവും ബുദ്ധി എല്ലാം കൊടുത്തിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കാനും മറ്റുള്ളവരെ സൗന്ദര്യത്തെക്കുറിച്ച് പരാമർശിക്കാനും മറ്റുള്ളവരുടെ കഴിവുകേടിനെയും ഒക്കെ കുറിച്ച് പരാമർശിക്കാൻ ഒന്നും നമ്മൾ ആരുമല്ല. കാരണം ഇപ്പോൾ ഒരാൾ വലിയ സുന്ദരനാണെന്ന് പറഞ്ഞൊരു സുന്ദരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ കാര്യം മതി ആ സൗന്ദര്യം പോകാൻ. അവർ വലിയ ബുദ്ധിജീവിയായിട്ടിരിക്കുന്നു. ഒരു നിമിഷം മതി, ഒരു നല്ല പനി വന്നാൽ മതി നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ പോകാൻ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ തരം താത്താൻ ചവിട്ടി തൂക്കാൻ ഒന്നും പോകരുത്. നമുക്കൊരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലേലും നമുക്കൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലേലും നമ്മളവരെ സങ്കടപ്പെടുത്താതെങ്കിലും ഇരിക്കണ്ടേ. ഇപ്പം നിരന്തരം ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ ഓരോരുത്തരെ അധിക്ഷേപിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകുന്നു. പിന്നെ പണക്കാരും ഒരുപാട് ആൾക്കാർ ബന്ധുക്കളും ഭർത്താക്കന്മാരും ഒക്കെ ഉള്ളവരെ അവരെ എങ്ങനെയൊക്കെ നടന്നാലും ആരും ചോദ്യം ചെയ്യുന്നില്ല. ചോദ്യം ചെയ്യാൻ ആളില്ല. താങ്ങോരുള്ളവർക്ക് തള്ളച്ചുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പിന്നെ വീണ് കിടക്കുന്ന മരത്തിൽ ഓടിക്കയറാൻ എളുപ്പമാണ്. നീണ്ടു നിവർന്ന് നിൽക്കുന്ന മരത്തെ പെട്ടെന്ന് ഓടിക്കയറാൻ പറ്റില്ല. വീണ് കിടക്കുന്ന മരത്തിലോട്ട് ഓടിപ്പോയി ചാടിപ്പോയി അങ്ങോട്ട് കയറാം. അപ്പോൾ നമ്മൾ വീണ് കിടക്കുന്ന മരങ്ങളിൽ അങ്ങനെ ഓടിക്കയറാതെ അത് കുറച്ചെങ്കിലും പൊക്കി നിർത്താൻ സാധിക്കുമോ എന്നൊന്ന് നോക്കുക. നമ്മളെന്തിനാണ് മറ്റുള്ളവരെ വിഷമിപ്പിച്ച്
അവരെന്തെങ്കിലുമൊക്കെ എത്ര നാൾ ഒരാളങ്ങനെ മനസ്സ് വിഷമിക്കും? ഞാൻ കാണുന്ന ഓരോരുത്തർ എത്ര നാൾ മനസ്സ് വിഷമിക്കും? അവസാനം മനസ്സ് വിട്ട് എന്തെങ്കിലും ചെയ്തു പോയാൽ അവരുടെ കുടുംബം അനാഥമാകുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് നമ്മളൊന്നും പറയാൻ ആരുമല്ലെങ്കിലും ഞാൻ ഈ പാചകത്തിനോടൊപ്പം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ, ആരെയും കഷ്ടപ്പെടുത്താതെ, ചോദിക്കാനും പറയാനും ആളുള്ളവരൊന്നും ആരും ഒന്നും പറയുന്നില്ല. ആരോടും ഇല്ലാത്തവരെയൊക്കെ, അവർക്ക് വീട്ടിൽ ഇപ്പോൾ സങ്കടം പറയാൻ പോലും ആരും ഇല്ലാത്തവരെ അവരെയൊക്കെ ഇട്ട് ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നാന്തരം ഇഞ്ചി പുളിങ്കറി, ഇഞ്ചി പുളിങ്കറി ഒരു ചട്ടിയുണ്ട്, ഒരു ചട്ടി പുളിങ്കറിയുണ്ട്. നാളത്തേക്കുമായി, ഇന്ന് രാത്രിക്കേക്കുമായി. ഇനി ഞാൻ കഞ്ഞിയുടെ പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇഞ്ചി പുളിങ്കറി നിങ്ങളൊക്കെ വെച്ച് നോക്കണം കേട്ടോ. നല്ലൊരു പുളിങ്കറിയാണ് ഇത് കേട്ടോ. ഇഞ്ചി നമ്മുടെ വയറൊക്കെ ശുദ്ധമാകും. നമ്മുടെ വയറിന് വല്ല ഡിസോർഡർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ഗ്യാസ് ട്രബിളിന് നല്ല ശമനം കിട്ടും. ദഹനത്തെ സഹായിക്കും. ഇതിനൊക്കെ ഈ ഇഞ്ചി പുളിങ്കറി നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനൊരു നമ്മൾ ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇഞ്ചി പുളിങ്കറി നിങ്ങൾ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് നിങ്ങളത് ഏറെ പുളിവെള്ളം വേണം കേട്ടോ. കൊഴുപ്പില്ലാതെ കുറുക്കിയല്ല വയ്ക്കേണ്ടത്. നമ്മൾ മുളക് വറുത്തപ്പുളിയൊക്കെ വയ്ക്കില്ലേ, പാലക്കാട്ടുകാരുടെ മുളക് വറുത്തപ്പുളി, അതുപോലെ അത്രയും വെള്ളമാകണ്ട, ഒരു പാകത്തിന്. ഇത് നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. വെച്ച് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയുമല്ലേ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പ് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും സരസ്വതി സരയിലേക്ക് വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കമൻ്റൊക്കെ ഇടണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.